ഒമാനിൽ എന്ന് വേണ്ട മിഡിൽ ഈസ്റ്റിലെ കംപ്ലീറ്റ് രാജ്യങ്ങളിലും ഇന്ന് എയർഫോറമിന്റെ മോർഗൻ ഗ്രൂപ്പിന്റെ സാന്നിധ്യം പല മേഖലകളിലായി വൈവിധ്യമാർന്ന മേഖലകളിലായി. ഇത് ഞാൻ ആദ്യമായി പറഞ്ഞത് US ആർമിയുടെ മാത്രം സപ്ലൈയെ കുറിച്ചാണെങ്കിൽ US ആർമിക്ക് നമ്മൾ സപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ മോർഗൻ ഗ്രൂപ്പ് സപ്ലൈ ചെയ്യുന്നത് ആംസ് ആൻഡ് അമ്യൂണിഷൻസ് ഒഴിച്ച്, ആയുധങ്ങൾ ഒഴിച്ച് ബാക്കി US ഗ്രൂപ്പ് എവിടെയൊക്കെ ഉണ്ടോ അവിടെ, ഇറാനിലും ഇറാഖിലും ഒഴിച്ച് ബാക്കി എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ്. സപ്ലൈ ചെയ്യുന്ന, അവർക്ക് ആവശ്യമായ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന അത്ര വലിയ ഒരു നിലവാരത്തിലേക്ക് വളർന്നിട്ടുള്ള ഒരു കമ്പനിയാണ് മോർഗൻ ഗ്രൂപ്പ്. അതിന്റെ ഒരു പേരന്റ് കമ്പനിയാണ് എയർഫോറം ഗ്രൂപ്പ്. ഇന്ന് എയർഫോറം ഗ്രൂപ്പ് എന്നുള്ള രീതിയിൽ തന്നെയാണ് മിഡിൽ ഈസ്റ്റിലെല്ലാം അറിയപ്പെടുന്നത്. ആ എയർഫോറം ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ വീണ്ടും ഞങ്ങൾ പുതിയ ഡൊമൈനിലേക്ക് നീങ്ങുകയുണ്ടായി. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ദുബായിൽ 2007 മുതൽ സ്റ്റാർട്ട് ചെയ്തു. പല മേഖലകളിലുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഓരോ ഇൻഡസ്ട്രിക്കും ഓരോ വ്യവസായത്തിനും വേണ്ട തരത്തിലുള്ള കസ്റ്റമറുടെ റിക്വയർമെന്റ് അനുസരിച്ചുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്ന തരത്തിലേക്ക് അത് മാർക്കറ്റ് ചെയ്യുകയും ഡെവലപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു കമ്പനിയായി ഇന്ന് യുഎയിൽ ശ്രദ്ധേയമായ സാന്നിധ്യം എയർഫോറം ഗ്രൂപ്പിനുണ്ട്. അതുപോലെ തന്നെ വെബ്സൈറ്റ് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ സ്വന്തമായി സർവറുള്ള അപൂർവം കമ്പനികൾ US-ൽ ഡാറ്റാ സെന്റർ സ്വന്തമായിട്ടുള്ള അല്ലെങ്കിൽ ക്ലൗഡ് ഹോസ്റ്റിംഗ് സ്വന്തമായിട്ട് സ്വന്തം സർവർ ഡൊമൈൻ രജിസ്റ്റർ ചെയ്യുകയും വെബ്സൈറ്റിന്റെ ഡെവലപ്മെന്റ് നടത്തി ഹോസ്റ്റിംഗ് സ്വന്തമായിട്ട് ചെയ്യുന്ന അപൂർവം കമ്പനികളിൽ ഇന്ന് 3000-ൽ പരം ഡൊമൈനുകളിലുള്ള ശ്രദ്ധേയമായ യുഎയിലെ ഇന്റർനാഷണൽ സാന്നിധ്യമുള്ള ഒരു കമ്പനിയാണ് എയർഫോറം hosting.com. നമ്മുടെ ഡൊമൈൻ ഹോസ്റ്റിംഗ് സൈറ്റിന്റെ പേരാണ്. ആർക്കെങ്കിലും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ ആശങ്കയുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഈ വെബ്സൈറ്റുകളിൽ പോയി ഇതൊക്കെ അന്വേഷിക്കാവുന്നതാണ്. അങ്ങനെ എയർഫോറം ഗ്രൂപ്പിന്റെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് വിങ്, പിന്നെ ആ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിന്റെ വിങ്ങിന് ശ്രദ്ധേയമായ സാന്നിധ്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വാഗത പ്രസംഗത്തിന് ശ്രീ ഇക്ബാലിനെ ക്ഷണിച്ചപ്പോൾ ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി. ഈ വളരെ നല്ല ടെക്നിക്കൽ നോളജുള്ള, സൗമ്യമായി പെരുമാറുന്നത് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വളരെ ഊർജ്ജസ്വലമായ ക്രിയേറ്റീവായ പ്രവർത്തനങ്ങളാണ് നമ്മുടെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. അത് എക്കാലത്തും നമുക്ക് മറക്കാനാവാത്ത അനുഭവം തന്നെയാണ്. തുടർന്നാണ് അദ്ദേഹത്തിന്റെ മേഖല ഇവിടെ കേരളത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്ത്, ബാംഗ്ലൂരിൽ നമുക്കൊരു ഓഫീസ് ഉണ്ടായിരുന്നു, അവിടെ നിന്ന് കേരളത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അതാണ് വെബ്സൈറ്റിനെ സംബന്ധിച്ച് പറയാനുള്ളത്. റീസെന്റ് ആയിട്ട് വീണ്ടും അതിനെ നമ്മൾ മോഡിഫൈ ചെയ്ത് വീണ്ടും ഒരു ലെവലിലേക്ക് അദ്ദേഹം ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ മിസ്റ്റർ പ്രസന്നകുമാർ, അദ്ദേഹം യുഎഇ മാർക്കറ്റിൽ കഴിഞ്ഞ 16 വർഷമായിട്ട് വിവിധ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിൽ IT മേഖലയിൽ ശ്രദ്ധേയമായ വ്യക്തി മുദ്ര പതിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം എയർഫോറം ഗ്രൂപ്പുമായി അസോസിയേറ്റ് ചെയ്തുകൊണ്ട് സോഫ്റ്റ്വെയർ ഡിവിഷന്റെ ചാർജ് അദ്ദേഹത്തിനാണ്, ശ്രീ പ്രസന്നകുമാറാണ്. അദ്ദേഹം വളരെയധികം ടാലന്റഡ് ആയിട്ടുള്ള, സീനിയർ ആയിട്ടുള്ള, ഞങ്ങളുടെയൊക്കെ വയസ്സിലും അതുപോലെ തന്നെ ടാലന്റിലും ഒക്കെ വളരെയധികം കഴിവ് തെളിയിച്ചിട്ടുള്ള, അന്തർദേശീയ തലത്തിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം എയർഫോറമിന്റെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിന്റെ ചുക്കാലിപ്പോൾ പിടിച്ചുകൊണ്ടിരിക്കുന്നു. തീർച്ചയായും അദ്ദേഹം ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മുതൽക്കൂട്ടായിരിക്കും. അദ്ദേഹത്തിന് പുതിയ കാലഘട്ടത്തിന്റെ വെല്ലുവിളി നേരിടത്തക്ക രീതിയിലുള്ള സോഫ്റ്റ്വെയറുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള കരുത്ത് ജഗദീശ്വരൻ നൽകട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ ആശംസിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ മറ്റൊരു വിങ്ങായിട്ട് ദുബായിൽ തുടങ്ങിയതാണ് ലക്ഷയ 360 എന്ന് പറയുന്ന ഒരു സ്ഥാപനം. അത് മീഡിയ ആൻഡ് അഡ്വർടൈസ്മെന്റ് മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സ്വന്തമായി ഡിസൈനിങ് ചെയ്തുകൊണ്ട് പ്രമുഖമായ പല വേൾഡ് ഫേമസ് ആയിട്ട് കമ്പനികൾക്കും ഡിസൈൻ ചെയ്തു കൊടുക്കുന്ന, അഡ്വർടൈസ്മെന്റ് ചെയ്തു കൊടുക്കുന്ന കമ്പനിയാണ്. അതിനെ രണ്ടുപേരാണ് അതിന്റെ ലീഡ് ചെയ്യുന്നത്. അതിലൊരാള് ഇവിടെ തമിഴ്നാട് ഗവൺമെന്റിലേക്ക് അവാർഡ് മേടിച്ചിട്ടുള്ളതാണ്. എന്റെ ഒരു പ്രിയ സുഹൃത്ത് ശ്രീ പ്രതീഷാണ്. അതോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ആ സ്ഥാപനത്തിനെ പ്രതിനിധീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന അനുഭവം ബാംഗ്ലൂര്, ഇന്ത്യയിലെ പല സ്ഥാപനങ്ങളിലും പ്രമുഖമായ പല സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുകയും ദുബായിലെ പല പ്രമുഖമായ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്തതിനു ശേഷമാണ് എയർഫോറം ഗ്രൂപ്പിന്റെ ഒരു കമ്പനിയുമായി അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ ടാലന്റഡ് ആയിട്ടുള്ള ശ്രീ അനുഗ്രഹം ഈ പ്രത്യേകം ഈ മീറ്റിംഗ് വെച്ച് ഞാൻ തീർച്ചയായും അഭിനന്ദിക്കുകയും ജഗദീശ്വരൻ അദ്ദേഹത്തിന് കൂടുതൽ അച്ചീവ്മെന്റ്സ് നേടുന്നതിനുള്ള കഴിവ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ഡിവിഷനുകൾക്ക് പുറമെ സോഫ്റ്റ്വെയർ ഡിവിഷൻ, വെബ് ഡിവിഷൻ, അതുപോലെ തന്നെ ലക്ഷയ 360, ഇതിനുശേഷം നമ്മളൊരു റിയൽ എസ്റ്റേറ്റ് ഡിവിഷൻ ദുബായിലെ ഏറ്റവും അധികം ബൂം ചെയ്ത് ഇപ്പോൾ ഇടയ്ക്കൊരു തലത്തിൽ ഇച്ചിരി ഒന്ന് പ്രതീക്ഷ ആരാധനപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ബൂം ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിവിഷനായ റിയൽ എസ്റ്റേറ്റ് ഡിവിഷനുണ്ട്. അതിലും നമ്മൾ ശ്രദ്ധേയമായ മുന്നേറ്റം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഈ മീറ്റിംഗിലും ഈ സാന്നിധ്യത്തിലും ഇല്ലെങ്കിൽ കൂടി എയർഫോറമിന് വേണ്ടി ദീർഘകാലമായി വർക്ക് ചെയ്യുന്ന ഒരു നമ്മുടെ ഗ്രൂപ്പിന്റെ ഒരു അക്കൗണ്ടന്റ് വളരെ പ്രായമായ ആളാണ്. ഇപ്പോൾ റിട്ടയർ
ആത്മാർത്ഥതയും സ്നേഹവും കൊണ്ട് മിസ്റ്റർ പാൽ അദ്ദേഹത്തെ ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകമായി സ്മരിക്കുകയാണ്. അതോടൊപ്പം തന്നെ വെബ്സൈറ്റിന് വേണ്ടി മാർക്കറ്റ് ചെയ്യുന്ന ദീപു, അദ്ദേഹം ദുബായിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. വളരെ ഡൈനാമിക് ആയിട്ടുള്ള വളരെ നല്ല രീതിയിൽ ആത്മാർത്ഥമായി സ്ഥാപനത്തോടെന്നും പൂർവ്വം കടമയും ഒക്കെ ഉള്ള രീതിയിൽ പ്രവർത്തനം നടത്തുന്ന ദീപുവിനെ ഞാൻ ഈ അവസരത്തിൽ അവരുടെയൊക്കെ എഫോർട്ടിനെ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. ഇത്തരത്തിൽ ഇന്റർനാഷണൽ മാർക്കറ്റിൽ വളരെയധികം വൈവിധ്യമാർന്ന മേഖലയിൽ ശ്രദ്ധേയമായ മുന്നേറ്റം നടത്തിക്കൊണ്ട് ഏകദേശം $10 ബില്യൺ ടേൺ ഓവറുള്ള അതിബൃഹത്തായ ഒരു ഗ്രൂപ്പിന്റെ ഒരു ഭാഗം മാത്രമാണ് നമ്മുടെ കേരള ഓപ്പറേഷൻ. വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ് കേരളത്തിൽ നിങ്ങൾ കാണുന്ന നമ്മുടെ മോർഗൻ ഗ്രൂപ്പിന്റെ ഓപ്പറേഷൻ. തീർച്ചയായിട്ടും ഈ മോർഗൻ ഗ്രൂപ്പിന്റെ ഓപ്പറേഷൻ കേരളത്തിലേക്ക് 3 വർഷങ്ങൾക്ക് മുമ്പ് വ്യാപിപ്പിക്കുമ്പോൾ മിസ്റ്റർ രാജകുമാർ അദ്ദേഹം വളരെ കാര്യമായി വളരെ ദീർഘദർശനത്തോടെ ഒരു ദീർഘമായ കാഴ്ചപ്പാടോടുകൂടി ഈ ഇന്ത്യയിലെ ഓപ്പറേഷനെ നോക്കി കണ്ടുകൊണ്ട് അത് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നത് എങ്ങനെയാണ് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നതിന് വേണ്ടി 10,000, 500, 2,000 പേര് ഇത് ഡയറക്റ്റ് എംപ്ലോയീസ് ആയിട്ടും അതുകൂടാതെ നമ്മുടെ സ്ഥാപനത്തെയും നമ്മുടെ അനുബന്ധ ഏർപ്പാടുകളും ഒക്കെ ആയിട്ട് 10,000-3,000 പേരും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വളരെയധികം എന്നോടൊപ്പം അഫ്ഗാനിസ്ഥാനിലും മറ്റു സ്ഥലങ്ങളിലും ചൂടും ഒരു സ്ഥലത്ത് 50 ഡിഗ്രി ചൂടാണെങ്കിൽ ഒരു സ്ഥലത്ത് -ഡിഗ്രി ചൂടിലും ഒക്കെ വർക്ക് ചെയ്യുന്ന ഈ സ്ഥാപനത്തിനോട് ആത്മാർത്ഥമായ കടപ്പാടോടുകൂടി വർക്ക് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവരെയൊക്കെ നാളെ ഈ ദുബായിലോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ തീർച്ചയായും ഇവരെയൊക്കെ ഒരു ദിവസം എനിക്ക് പറഞ്ഞ് വീട്ടിലേക്ക് വിടാൻ പറ്റത്തില്ല. അവരെയൊക്കെ തീർച്ചയായും അവരുടെയൊക്കെ ഒരു ഉത്തരവാദിത്വം എന്റെ ചുമതലയിലുണ്ട്. അവർക്കൊക്കെ ഒരു റീ അക്കോമഡേഷൻ കൊടുക്കണം. അതുകൊണ്ട് തീർച്ചയായും കേരളത്തിൽ നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ നമുക്ക് തീർച്ചയായും മോർഗൻ ഗ്രൂപ്പിന്റെ സാന്നിധ്യം പ്രവർത്തനവും ശക്തമായ ഒരു രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് നിങ്ങൾ കുറച്ച് പേര് ഇന്ത്യ ഓപ്പറേഷനിലേക്ക് പോകണം. അവിടെ അതിനു മുമ്പായി ഞാൻ കുറച്ച് കാര്യങ്ങൾ നീക്കും. അതിന്റെ ഭാഗമായി തന്നെയാണ് യാദൃച്ഛികമായിട്ടാണെങ്കിലും സഞ്ജീവമായിട്ട് ബന്ധപ്പെടുകയും നല്ല രീതിയിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് ഒരു അവസരം കിട്ടുകയും ചെയ്തു. അദ്ദേഹം ഇന്ന് വരെ നല്ല രീതിയിൽ മാർക്കറ്റിംഗ് രംഗത്താണെങ്കിലും എല്ലാ രംഗത്തും നല്ല രീതിയിൽ കോൺടാക്ട് ചെയ്യും. അദ്ദേഹത്തിന്റെ ആ കേരളത്തിലെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ മുന്നേറ്റങ്ങളിലൊന്നാണ് ബാങ്കിംഗ് മേഖലയിലേക്കുള്ള നമ്മുടെ കടന്നുകയറ്റം. അതിൽ തീർച്ചയായും ഇവിടെ വന്നിരിക്കുന്ന 2 വിശിഷ്ട വ്യക്തികളുണ്ട്. അവർ ആൾക്കാരുടെ ഇടയ്ക്കിരിക്കുന്നുണ്ട്. ഞാൻ ബോസാർ വന്നപ്പോൾ മുന്നിലിരിക്കാൻ പറഞ്ഞു, വിനി മാഡം വന്നപ്പോൾ മുന്നോട്ടിരിക്കാൻ പറഞ്ഞു. അവർ 2 പേരും അവിടെ ശാന്തമായിട്ടിരിക്കുകയാണ്. അവരുടെ 2 പേരുടെയും സ്വാധീനീയമായ ഈ സ്ഥാപനത്തോടുള്ള സ്നേഹം, ആ ഒരു ആത്മാർത്ഥത ഒക്കെ കൊണ്ട് ആദ്യമായിട്ട് ഈ സ്ഥാപനത്തിന് ഒരു ബാങ്കിന്റെ ഓർഡർ കിട്ടുന്നത് തീർച്ചയായും അത് വിനി മാഡത്തിന്റെ കയ്യിൽ നിന്നാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ഈ ഓപ്പറേഷന്റെ കാലത്ത് ഇത് എത്ര വളർന്ന് മോർഗൻ ടെക്നോളജി എത്ര വളർന്നു വലുതായാലും വലുതായാലും മാഡം remember that is a great thing you have done. I really appreciate that. ചെയർമാൻ വിളിച്ചു. അതുപോലെ തന്നെ ബോസാർ IOB ബാങ്കിന്റെ മാനേജറാണ്. അദ്ദേഹം ഈ ഞങ്ങൾക്ക് ഇതുപോലെ തന്നെ IOBയുടെ സെഗ്മെന്റിൽ നിന്ന് സഹായിക്കുന്നതിനും എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധേയമായ സഹായങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ തീർച്ചയായും സാർ റിയലി ഐ അപ്രീഷിയേറ്റ് ആൻഡ് വെൽക്കം ടു. അതോടൊപ്പം തന്നെ കേരളത്തിലെ നമ്മളെ മോർഗൻ ടെക്നോളജിയുടെ ഓപ്പറേഷനിൽ നമ്മൾ ഇൻവെർട്ടറിന്റെ പർച്ചേസ് പല കമ്പനിയുമായിട്ട് നടത്തുകയായിരുന്നു. അതുപോലെ തന്നെ എക്സൈഡിന്റെ ഡീലർഷിപ്പ്, എക്സൈഡിന്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഡീലർഷിപ്പ് നമ്മുടെ കൽക്കട്ടയിൽ നിന്ന് നമുക്ക് അവരുമായിട്ട് ബന്ധപ്പെട്ട RSM ലെവലിലുള്ള ടോപ്പ് ലെവലിലുള്ള ആൾക്കാരെ നമ്മളുമായിട്ട് നമ്മുടെ കമ്പനിയുടെ ഇൻഫ്രാസ്ട്രക്ചർ അറിഞ്ഞുകൊണ്ട് നമ്മൾക്ക് തന്നതാണ്. തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഒരു ബിസിനസ് ആ സെഗ്മെന്റിലും നമ്മൾ നടത്തുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ മറ്റുള്ള ആൾക്കാരുടെ ഇൻവേർട്ടറുകളും UPS-ഉം എന്തിനും നമ്മൾ വാങ്ങിക്കണം? നമുക്ക് ഇത്രയും വലിയ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഇന്റർനാഷണൽ മാർക്കറ്റിൽ സാന്നിധ്യമുള്ളപ്പോൾ നമ്മൾ എന്തിന് ഇത് മറ്റുള്ളവരുടെ നിന്നും വാങ്ങണം? നമുക്ക് എന്തുകൊണ്ട് പ്രൊഡക്ഷൻ സെഗ്മെന്റ് എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് വരികയും ആ ചിന്താഗതിയിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുകയും അതിനുവേണ്ടി മോർഗൻ ഇൻവെർട്ടർ ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. മോർഗൻ ഇൻവെർട്ടർ ഡിവിഷന്റെ പ്രവർത്തനം കഴിഞ്ഞ 6-7 മാസം ഏകദേശം 1 വർഷത്തിലേക്ക് എത്തിയിട്ടില്ല നടക്കുന്നുണ്ട്. വളരെ ശ്ലാഘനീയമായ രീതിയിൽ അതിന്റെ പ്രവർത്തനവും അതിന്റെ മാർക്കറ്റിംഗും അതിന്റെ പ്രൊഡക്ഷനും ഇവിടെ കാരപ്പുറത്ത് നമ്മുടെ തന്നെ സ്വന്തം ബിൽഡിങ്ങിൽ നമ്മുടെ ഓഫീസുകളിലൂടെ പ്രവർത്തിക്കുന്നതെല്ലാം നമ്മുടെ തന്നെ ബിൽഡിങ്ങിലാണ്. അതുപോലെ തന്നെ കാരപ്പുറത്ത് ഉള്ള ഓഫീസിൽ മോർഗൻ ഇൻവെർട്ടർ ഡിവിഷൻ വളരെ ശ്രദ്ധേയമായ പ്രവർത്തനത്തിലൂടെ മുന്നോട്ട് കടന്നു നീങ്ങുന്ന ഈ സാഹചര്യത്തിലാണ് ഞങ്ങൾ ആലപ്പുഴയിലും എറണാകുളത്തും നമ്മുടെ സാന്നിധ്യം എത്തുന്നതിന് വേണ്ടി ആലപ്പുഴയിലും ഒരു വിശദമായ ബാറ്ററി മാനുഫാക്ചർ ചെയ്യുന്ന ഫാക്ടറി, ഒരു ഇൻവെർട്ടറിന്റെ വളരെ വിശദമായ ഒരു ഡെവലപ്മെന്റ്, ഒരു പ്രൊഫഷണൽ സ്റ്റൈലിൽ ഇച്ചിരി കൂടെ കൂടുതൽ വോളിയം
പ്രൊഡ്യൂസ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു ഫാക്ടറി തുടങ്ങുന്നതിനുള്ള പ്ലാനിങ്ങിന്റെ ഇംപ്ലിമെന്റേഷൻ ലെവലിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇൻവെർട്ടർ ഡിവിഷനിലെ വളരെ കുറഞ്ഞ ആൾ കൊണ്ടാണെങ്കിൽ പോലും ശ്രീലക്ഷ്മി, അതുപോലെ തന്നെ റിതു, ആതിര തുടങ്ങിയ ആതിരയൊക്കെ വളരെ ശ്രദ്ധേയമായ വളരെ നല്ല രീതിയിൽ അതിനെ മോൾഡ് ചെയ്തുകൊണ്ട് പോകുന്നതിനുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ജയൻ, മറ്റേ തുടങ്ങിയ ആൾക്കാരെ ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അതിനെ ലീഡ് ചെയ്തുകൊണ്ട്, ഈ ഡിവിഷനെ ലീഡ് ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ട ഡയറക്ഷൻസ് ഒക്കെ കൊടുക്കുന്നത് മിസ്റ്റർ രതീഷാണ്. അദ്ദേഹം വേറൊരു എൻഗേജ്മെന്റ് ഒരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ആലപ്പുഴകൾ അദ്ദേഹം വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അദ്ദേഹത്തിന്റെ അസൈൻമെന്റിൽ അദ്ദേഹത്തിന്റെ ദുബായി വളരെ നല്ല രീതിയിൽ ഈ സ്ഥാപനവുമായിട്ട് കഴിഞ്ഞ 3-4 വർഷക്കാലമായി നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ഇവിടുത്തെ ഓപ്പറേഷൻ തീർച്ചയായും പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് പോകുമെന്ന് ഞങ്ങൾക്ക് ഏവർക്കും വളരെയധികം വിശ്വാസമുണ്ട്. അവർക്ക് എല്ലാവിധ ആശംസകളും മോർഗൻ ഗ്രൂപ്പിന്റെ പേരിൽ ഞാൻ ഈ അവസരത്തിൽ നൽകുകയാണ്. അതോടൊപ്പം തന്നെ സോഫ്റ്റ്വെയർ ഡിവിഷൻ, വെബ് ഡിവിഷന്റെ ബാക്ക് ഓഫീസ് നമ്മൾ കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തു. മോർഗന്റെ ഓഫീസിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അതിനെ ലീഡ് ചെയ്തുകൊണ്ട് ശ്രീ ബാബു, അതുപോലെ തന്നെ മിസ്റ്റർ സെയ്ദിനെ മുന്നിൽ തന്നെ ഇരിപ്പുണ്ട്. രണ്ടുപേരും ദുബായിൽ ഈ സ്ഥാപനവുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അവരെ ഞാൻ എത്ര പറഞ്ഞാലും തീർച്ചയായിട്ടും എന്റെ വാക്കുകൾക്ക് അപ്പുറത്തായിട്ട് ഈ സ്ഥാപനത്തോട് സ്നേഹം കാണിക്കുകയും ഇതിന് എംപ്ലോയീസുമായിട്ട് സഹകരിക്കുകയും മാനേജ്മെന്റുമായി സഹകരിക്കുകയും യാതൊരുവിധ ഇഷ്യൂസോ കംപ്ലൈൻസോ ഒന്നുമില്ലാതെ രാത്രി 3 മണിക്ക് നമ്മൾ ആലപ്പുഴയിൽ നിന്നൊക്കെ ഞാൻ വരികയാണെങ്കിൽ ലേറ്റ് ആയിട്ട് ബസ്സിന് വരികയാണെങ്കിൽ രണ്ടുപേരും ഓഫീസ് ഓഫീസ് വർക്ക് ചെയ്യുന്ന അത് nobody else that is say that it was really commendable. I would like to appreciate them this moment. അതുപോലെ തന്നെ പെട്രോൾ പമ്പ് കഴിഞ്ഞറിയാം 3 വർഷമായിട്ട് നമുക്ക് ഇവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. വളരെ നഷ്ടത്തിൽ നടന്നിരുന്ന ഒരു പെട്രോൾ പമ്പ് അത് നമ്മൾ വാങ്ങിയെടുത്തു, അതിനെ വിപുലീകരിച്ചു. ഇന്ന് IOCയിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം രതീഷുമായിട്ട് IOCയിലെ ഇവിടുത്തെ ഡിവിഷണൽ മാനേജർ മിസ്റ്റർ ഹരികുമാറിനെ കാണുന്നതിന് വേണ്ടി പോയിരുന്നു. അദ്ദേഹത്തിനെ കണ്ട് ഒരു 1-2 കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് രതീഷിനോട് പോയി. അദ്ദേഹം രതീഷിനോടും എന്നോടും ഷെയർ ചെയ്തതിന് കാര്യങ്ങൾ വെച്ച് നോക്കിയാൽ ആ നഷ്ടത്തിൽ നിന്ന പമ്പിന് രതീഷ് വളരെ വണ്ടർഫുൾ ആയിട്ട് വളരെ ഭംഗിയായ രീതിയിൽ അതിനെ ഇന്ന് കാണുന്ന KSRTCയുടെ ഡെയിലി കളക്ഷൻ, KSRTCയുടെ ഒരു പമ്പ് കൂടിയാണ്. അതുകൂടാതെ തന്നെ ഏകദേശം അഖില, അതുപോലെ തന്നെ അമ്പിളി തുടങ്ങിയവരവിടെ വർക്ക് ചെയ്യുന്നതാണ്. അവർക്ക് എല്ലാം വളരെ നല്ല രീതിയിൽ അത് പ്രവർത്തനം നടത്തുന്നതിന് വളരെ സാധനീയമായ രീതിയിൽ അദ്ദേഹം രതീഷിനോടും എന്നോടും അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ തികച്ചും ചരിതാർത്ഥ്യമുണ്ടായി. രതീഷിനെ കൊണ്ട് രതീഷ് തീർച്ചയായിട്ടും ദുബായിൽ ഉണ്ടായിരുന്നതാണ്. ആ ഒരു എക്സ്പീരിയൻസും എല്ലാം വെച്ച് അദ്ദേഹം ഇവിടെ വന്ന് വളരെ ഭംഗിയായി അത് കൃത്യം നിർവഹിച്ചുകൊണ്ട് ഇന്ന് എനിക്ക് തോന്നുന്നു ദുബായിലെ എല്ലാ ഡിവിഷനുകളെക്കാട്ടും ഏറ്റവും വലിയ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഡിവിഷൻ പെട്രോൾ പമ്പാണ്. അതിനെ ഈ തരത്തിലേക്ക് ആക്കി മാറ്റിയ പല ആൾക്കാർ ഇതിനു മുമ്പ് മാനേജ് ചെയ്തിട്ടുണ്ട്. രതീഷ് അതിലേക്ക് വന്നതിന് ശേഷം അത് ഇത്തരത്തിൽ മാനേജ് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് എത്തിച്ചു ചേർത്ത രതീഷ് തീർച്ചയായിട്ടും ഇവിടെ ഡയസിലുണ്ട്. ഇച്ചിരി ലേറ്റായി വന്നു. ശ്രീ രതീഷിനെ ഈ അവസരത്തിൽ പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുകയാണ്, ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം രതീഷിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എല്ലാ ഡിവിഷൻകാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആർക്ക് RTGS വേണം, ആർക്ക് ഫൈനാൻഷ്യൽ പ്രശ്നം വേണം, ആർക്ക് ഇൻഫ്രാസ്ട്രക്ചർ വേണം, ആ ഒന്ന് രതീഷ് വിളിച്ച് രതീഷാണ് അതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ കമ്പനിയുടെ ഒരു ഫൈനാൻഷ്യൽ മന്ത്രി അല്ലെങ്കിൽ ഫിനാൻസ് മന്ത്രി എന്ന് വേണമെങ്കിൽ വിളിക്കാം, ഫൈനാൻസ് മിനിസ്റ്റർ എന്ന് വിളിക്കാം. മലയാളി പറഞ്ഞാൽ പോലും രതീഷ് പൈസ ആർക്കും കൊടുക്കുന്നില്ല, പൈസ കൊടുക്കും. കാരണം അത്ര കൃത്യനിഷ്ഠതയോടെ ഈ കാര്യങ്ങൾ അദ്ദേഹം പൈസയുടെ ഫൈനാൻസിന്റെ കാര്യം എത്ര ആഴത്തിലിറങ്ങി അതിനെ പഠിച്ചിട്ട് അദ്ദേഹം ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ആൾക്കാർ തന്നെയാണ് ഈ സ്ഥാപനത്തിന് ഞങ്ങളുടെ മുതൽക്കൂട്ട്. അതുപോലെ തന്നെ എന്റെ മുന്നിൽ അങ്ങനെ ഇടയ്ക്ക് ദൂരെ ഒരാളിൽക്കൊണ്ട് സജിത്ത് എന്ന് പറഞ്ഞ ശ്രീ ആളെ എനിക്ക് കഴിഞ്ഞാൽ നല്ല വണ്ണമുള്ള ആളാണ്. കൂടി അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ 2006-ൽ ദുബായിലെ ഓപ്പറേഷൻ തുടങ്ങുമ്പോൾ ഈ ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് വന്ന ഒരു സ്റ്റാഫാണ്. അദ്ദേഹം അഫ്ഗാനിസ്ഥാനിലെ സകല ചുമതലകളും വഹിച്ച് ദുബായിലെ സൂര്യനിൽ നിന്നെല്ലാം വിട്ട് അഫ്ഗാനിസ്ഥാനിൽ ഈ സ്ഥാപനത്തിന് വേണ്ടി വളരെ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. അഫ്ഗാനിസ്ഥാനിലെ നല്ല ഓപ്പറേഷന്റെ മുഖ്യമായ ഒരു ഘടകം കൂടിയാണ് ശ്രീ സൈത്ത്. അദ്ദേഹത്തിനെ ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. പിന്നെ അടുത്തതായി നമ്മൾ എറണാകുളത്ത് ഒരു പ്രത്യേകമായ ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, LED ഡിവിഷൻ. LED-കൾക്ക് വേണ്ടി ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ വളരെയധികം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് പവർ സെഗ്മെന്റ്. ഈ പവർ സെഗ്മെന്റിൽ എങ്ങനെ ഇലക്ട്രിസിറ്റി ലാഭിക്കാം, എങ്ങനെ കറണ്ട് ചാർജ് കുറയ്ക്കാം എന്നൊക്കെ ആൾക്കാരെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള കാര്യങ്ങളുടെ ഇമ്പോർട്ടൻസ് വരുന്നത്.
ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ മാനേജിംഗ് ഡയറക്ടർ പ്രത്യേകമായി ഇൻട്രസ്റ്റ് എടുത്ത് ടർക്കിയിലും ജർമ്മനിയിലും അതുപോലെ ചൈനയിലും ഒക്കെ ഉള്ള വലിയ കമ്പനികളുമായി ഡിസ്കഷൻ നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഇന്റർനാഷണൽ മാർക്കറ്റിൽ ശ്രദ്ധേയമായ സാന്നിധ്യമുള്ള ഫൈബ്രോലി, ലൂമൻ എന്നീ പറയുന്ന 2 കമ്പനികളുടെ ഇന്ത്യയിലേക്കുള്ള ഗേറ്റ് വേ എന്ന് പറയുന്നത് എഫ്ആർഎം ഗ്രൂപ്പാണ്. എഫ്ആർഎം ഗ്രൂപ്പിന്റെ പേരിലുള്ള ഒരു സിസ്റ്റർ കൺസേൺ AS എനർജി ടെക്നോളജീസ് ഈ കഴിഞ്ഞ ഡിസംബർ മാസം 2-ാം തീയതി എറണാകുളത്ത് വെച്ച് ബഹുമാന്യനായ നമ്മുടെ മന്ത്രി ശ്രീ KV തോമസും സംസ്ഥാന മന്ത്രി ശ്രീ M. ബാബുവും കൂടി ചേർന്നിട്ടാണ് അതിന്റെ ഓഫീസിന്റെ ഉദ്ഘാടനവും ഷോറൂമിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചത്. വളരെ നല്ല രീതിയിൽ ആ സ്ഥാപനം ഇപ്പോൾ എറണാകുളത്ത് നമുക്ക് ഓഫീസുണ്ട്, വളരെ വലിയൊരു ഓഫീസ് എറണാകുളത്തെടുത്ത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ സ്ഥാപനത്തിന്റെ ചുക്കാൻ പിടിക്കുന്ന മിസ്റ്റർ ശ്രീജിത്ത്, അദ്ദേഹം ഓൺ ദ വേയിലാണ്, അദ്ദേഹമാണ് എന്നെ വിളിച്ചത്. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന കാരണം ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇവിടെ ഏതാനും ദിവസങ്ങൾക്കകത്തും വളരെ നല്ല രീതിയിൽ അദ്ദേഹം പ്രവർത്തനം നടത്തുന്നുണ്ട്. ഈ അടുത്തിടയ്ക്ക് എഫ്ആർഎം ഫാമിലിയിലേക്ക് കടന്നു വന്ന ഒരു മെമ്പറാണ് അദ്ദേഹം. അദ്ദേഹത്തിനും എന്റെ പ്രവർത്തനവും അദ്ദേഹത്തിനും ആ ഡിവിഷനും നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള ഒരവസരം ജഗദീശ്വരൻ നൽകട്ടെ എന്ന് അവർക്ക് എല്ലാവിധ ആശംസകളും ഞാൻ ഈ അവസരത്തിൽ നേരുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ നമുക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന എഫ്ആർഎം ഗ്രൂപ്പിന്റെ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്ന ഒരാളാണ് സിന്ധുബായി. സിന്ധുബായി എന്ന് പറയുന്ന ആള് എല്ലാ മേഖലകളിലും ഓരോ ടെക്നോളജിയാണ്, ഡിവിഷൻ എല്ലായിടത്തും നമുക്ക് പല സഹായങ്ങൾ ലഭിക്കുകയാണ്. ശ്രീ സിന്ധുബായി ഞാൻ പ്രത്യേകമായി അഭിനന്ദനം ചെയ്യുന്നു. ഗ്രൂപ്പിനെ കംപ്ലീറ്റ് കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി വളരെ സമർത്ഥനായ ഒരു അക്കൗണ്ടന്റിനെ വേണമെന്ന് നമ്മൾ കേരള ഓപ്പറേഷൻ ഒരു രീതിയിലേക്ക് മാറിയപ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ ചിന്തിക്കുകയും അതിനനുസരിച്ച് ദുബായിലെ പല സ്ഥാപനങ്ങളിലും ശ്രദ്ധേയമായ അക്കൗണ്ടിംഗ് രംഗത്ത് വ്യക്തിമുദ്ര അവതരിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ തന്നെ അതിന് വേണമെന്ന് നമ്മൾ തീരുമാനിക്കുകയും അതിനനുസരിച്ച് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ നമുക്ക് കിട്ടുകയും അദ്ദേഹം ഇപ്പോൾ എഫ്ആർഎം ഗ്രൂപ്പിന്റെ മോർഗൻ ഗ്രൂപ്പിന്റെ കേരളത്തിലെ ഓപ്പറേഷൻസിന്റെ എല്ലാം അക്കൗണ്ട്സ് മാനേജറായി വർക്ക് ചെയ്യുന്നു. അത് വേറെയല്ല, നിങ്ങൾ ഇടയ്ക്കിരിക്കുന്ന മിസ്റ്റർ ആനന്ദ്, അദ്ദേഹം ഇവിടെ ഇടയ്ക്ക് സർവീസാണ്, വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഫ്യൂച്ചറിലും അദ്ദേഹത്തിന്റെ ഈ സ്ഥാപനത്തോടുള്ള കടപ്പാടും സ്നേഹവും ഞാൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ മോർഗൻ ഡിവിഷനിലും ഞങ്ങളോടൊപ്പം സഹകരിക്കുന്ന കുഞ്ഞുമോനെ, ഞങ്ങൾ മാനേജർ എന്ന് വിളിക്കുന്ന ശ്രീ ഉദയകുമാറെ, അതുപോലെ തന്നെ രാകേഷ്, പിന്നെ അജിതയൊക്കെ ഞങ്ങളൊക്കെ ആയിട്ട് വളരെ ഓഫീസിലെ ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നതിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് പോകുന്ന വ്യക്തികളാണ്. ഓഫീസ് വരികയാണ് എന്ന് നമുക്ക് തോന്നുന്നത് നമ്മുടെ വീട്ടിൽ നിൽക്കുന്നതിനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു മേഖല. ഒരിക്കലും നമ്മളിവിടെ വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങളാരും ഇവിടുത്തെ ജോലിക്കാരാണ്, ഇവിടുത്തെ എംപ്ലോയീസ് ആണ് എന്ന് തോന്നാറില്ല. ഇത് ഞങ്ങളുടെ സ്ഥാപനമാണ്, ഇത് ഞങ്ങൾ ഇവിടുത്തെ ഓണർമാരാണ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇതിനോട് സഹകരിക്കത്തക്ക രീതിയിൽ ഞങ്ങളുടെ മനസ്സിനെ എപ്പോഴും ഉത്സാഹപൂർണ്ണമാക്കി നിർത്തുവാൻ ഞങ്ങളുടെ ചെയർമാന് ശ്രീ അജിത് കുമാറിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന് മറ്റാരിൽ നിന്നും, മറ്റൊരു എന്റർപ്രൈസിൽ നിന്നും, മറ്റൊരു ബിസിനസ് ആളിൽ നിന്നും വേർപെടുത്തി നിർത്തുന്നത്. നിങ്ങൾക്കറിയാം, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ US പ്രസിഡന്റ് ആയിരുന്ന ജോർജ് ബുഷ് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ് സെക്രട്ടറി ഉണ്ടായിരുന്നു, കോളിൻ ലൂതർ പൗൾ. അദ്ദേഹത്തിന്റെ ഒരു വാക്കുകളാണ് എന്റെ ഈ സമയത്ത് എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. There is no secret for success, but it is a result of preparation, hard work and learning from failure. ഈ ഒരു വാക്കുകൾ എന്ന് പറയുന്നത് സക്സസിന് വേണ്ടി, വിജയത്തിന് വേണ്ടി യാതൊരു സീക്രസി ഇല്ല. നമ്മളുടെ പ്രിപ്പറേഷൻ, നമ്മളുടെ തയ്യാറെടുപ്പ്, നമ്മുടെ കഠിനാധ്വാനം, അതിലൊക്കെ ഉപരി നമുക്ക് കിട്ടുന്ന ഓരോ പരാജയത്തിൽ നിന്നുള്ള പഠനം, അനുഭവം, ഇതാണ് ജീവിതത്തിൽ നമുക്ക് വിജയമെങ്കിൽ ഇതിനെയെല്ലാം മുതൽക്കൂട്ടായി അതിനെയെല്ലാം കാത്തു സൂക്ഷിക്കുന്ന തരത്തിൽ ഈ എഫ്ആർഎം ഗ്രൂപ്പിന്റെ ചുക്കായം പിടിച്ചുകൊണ്ട് ചെയർമാനായിരുന്നു കൊണ്ട് മാനേജിംഗ് ഡയറക്ടറായിരുന്നുകൊണ്ട് വളരെ ഒരു സിമ്പിൾ മനുഷ്യനെ പോലെ എല്ലാ ആൾക്കാരോടും എല്ലാ എംപ്ലോയീസിനും ഡീൽ ചെയ്യുന്ന എത്ര മാനേജിംഗ് ഡയറക്ടേഴ്സ് ഉണ്ടാകും, എത്ര ഓണേഴ്സ് ഉണ്ടാകും. ഇത് ഞാൻ പറയുമ്പോൾ ഇന്നലെ ഈ കമ്പനിയിലേക്ക് ജോയിൻ ചെയ്തിട്ട് ഞാനൊരു അഭിപ്രായം പറഞ്ഞതല്ല. ഈ എഫ്ആർഎം ഗ്രൂപ്പിന്റെ കഴിഞ്ഞ 10 വർഷമാണ് ഈ കമ്പനിയുടെ മൊത്തം ലൈഫെങ്കിൽ 8 വർഷമായി ഈ കമ്പനിയുടെ മാനേജർ പോസ്റ്റിൽ ഇരുന്നുകൊണ്ട് വിവിധ കാര്യങ്ങളിൽ ഇടപെടുകയും വിവിധ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുകയും ചെയ്തപ്പോൾ എനിക്കുണ്ടായ അനുഭവമാണ്. ഞാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, ഞാൻ പ്രസംഗമല്ല നടത്തുന്നത്, എന്റെ അനുഭവമാണ് എന്ന് പറഞ്ഞു. അത്തരത്തിൽ ഈ കമ്പനിയെ വളർത്തുകയും വളരാൻ അനുവദിക്കുകയും ആർക്കൊക്കെ കഴിവുള്ള ആൾക്കാർക്കൊക്കെ അവസരങ്ങൾ കൊടുക്കുകയും അവരുടെ കഴിവ് തെളിയിക്കുന്നതിനനുസരിച്ചുള്ള അംഗീകാരങ്ങൾ കൊടുക്കുകയും ചെയ്യുന്ന
ചെയ്യാനുള്ള വിശാലമായ മനസ്സും ചെറിയ പ്രായവുമുള്ള ആളാണ് ഞങ്ങളുടെ മാനേജിംഗ് ഡയറക്ടർ. പല ആൾക്കാർക്കും വളരെ അതിശയം തോന്നും, ഇച്ചിറ ചെറുപ്പത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും വലിയ ഒരു അച്ചീവ്മെന്റ് നേടുവാൻ കഴിഞ്ഞു. തികച്ചും അതിനുള്ള ആൻസർ ഒറ്റ കളങ്കമില്ലാത്ത ഒരു മനസ്സും കഠിനാധ്വാനം ചെയ്യാനുള്ള ഒരു സ്ഥിരാവസാനത്തോടെ കഠിനാധ്വാനം ചെയ്യാനുള്ള ഒരു ദൃഢനിശ്ചയവും ഉള്ളതുകൊണ്ട് മാത്രം അദ്ദേഹം ചവിട്ടിക്കേറിയ പടവുകളാണ്, മറ്റൊന്നുമല്ല. അതോടൊപ്പം തന്നെ വന്നു ചേർന്ന കുറച്ച് നല്ല എംപ്ലോയീസ് അവർ ഈ സ്ഥാപനത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാമാണ് ഈ സ്ഥാപനത്തിന്റെ മുതൽക്കൂട്ട്. ഇനി ഞാൻ പറയാൻ വെച്ചിരിക്കുന്ന മറ്റൊരു കാര്യം, വീണ്ടും നമ്മൾ പുതിയൊരു മേഖലയിലേക്ക് കൈകടത്തുന്നു. ഒരു ഹാർഡ്വെയർ സെഗ്മെന്റിന്റെ മേഖലയിലേക്ക് ഒരു ബിസിനസ് സംരംഭം പ്ലാൻ ചെയ്ത് അതിന്റെ പ്ലാനിങ്ങിൽ എത്തിക്കുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്ന രണ്ടുപേരെയും ഫ്രണ്ടിൽ തന്നെ കൊണ്ട് മിസ്റ്റർ മനു അതുപോലെ തന്നെ മിസ്റ്റർ ലാൽ അവരെ ഈ പരിപാടികളുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ജഗദീശൻ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി ആശംസിക്കുന്നു. ഇതോടൊപ്പം തന്നെ കഴിഞ്ഞ മീറ്റിംഗിൽ ഞാൻ പറയുകയുണ്ടായി, നമ്മളിത് മോർഗൻ എന്ന് പറയുന്ന ഒരു യാഥാശത്തെ കേരളത്തിന്റെ ബിസിനസ് മണ്ഡലത്തിലേക്ക് ഞങ്ങൾ അഴിച്ചു വിടുകയാണ്. നിങ്ങൾ അതിന് വേണ്ട സഹായങ്ങളും സഹകരണങ്ങളും ചെയ്തു കൊടുക്കണം. ഈ കേരളക്കര മുഴുവൻ കീഴടക്കി തിരിച്ച് അടുത്ത മീറ്റിംഗ് ജനുവരി ന്യൂ ഇയർ കഴിയുമ്പോൾ നമ്മളിവിടെ കൂടുമ്പോൾ അഭിമാനിക്കാൻ ആശിക്കാൻ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും വേണം എന്ന് ഞാൻ പറഞ്ഞു. അക്ഷരാർത്ഥത്തിൽ നമുക്ക് നിങ്ങളുടെ എല്ലാം സഹകരണം അത് കിട്ടുകയും അതേ ഇന്ന് പാറശാല മുതൽ അങ്ങ് കാസർഗോഡ് വരെ മോർഗന്റെ ഇൻവേർട്ടറും ബാറ്ററിയും എല്ലാം സ്ഥാപിക്കാൻ വേറെ ഒത്തിരി പ്രൈമുകളുടെ എക്സാമ്പിൾ ഞാൻ പറയുന്നില്ല. കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഒറ്റ ഓർഡർ കൊണ്ട് മാത്രം കേരളത്തിലെ എല്ലാ ജില്ലാ ഓഫീസുകളിലേക്കും ഞങ്ങളുടെ ബാറ്ററിയും ഇൻവേർട്ടറും കൊടുക്കുക വഴി കേരളത്തിന്റെ ഞാനെന്ന് പറഞ്ഞ വാക്ക് അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തികമായിരിക്കുകയാണ്. അങ്ങ് സാന്നിധ്യം വളരെ നിസ്സംശയം തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ബാങ്കിങ് സെഗ്മെന്റിൽ തൃശ്ശൂർ വരെയുള്ള എല്ലാ ബാങ്കുകളും നിങ്ങളുടെ അതുപോലെ കാനറ ബാങ്കിലുള്ള ആൾക്കാരെ അതുപോലെ കോർപ്പറേഷൻ ബാങ്ക് പല മേഖലകളിൽ മിനിമാണ് തുടങ്ങി ഐശ്വര്യപൂർവ്വമായി തുടങ്ങി വെച്ചത് ഇവിടുത്തെ എല്ലാ ബാങ്കുകളും ഫെഡറൽ ബാങ്ക് ഒഴിച്ച് ബാക്കി എല്ലാ ബാങ്കുകളിലേക്ക് ഞങ്ങൾ കടന്നു കയറിയിരിക്കുകയാണ്. തിരിഞ്ഞും ഞങ്ങൾ അടുത്ത ഒരു സെഗ്മെന്റായി